സ്ത്രീകൾ പുരുഷന്റെ ഒപ്പം നിൽക്കേണ്ടവരാണെന്ന് കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത്. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ മുന്നിലും പിന്നിലും നിൽക്കേണ്ടവരല്ലെന്നും പുരുഷന്റെ ഒപ്പം നിൽക്കേണ്ടവരാണെന്നും കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് പറഞ്ഞു. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷം ഇൻസൈറ്റ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പിന്നിൽ നിൽക്കേണ്ടവരല്ല, മുന്നിലും നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടവരാണ്. ഒപ്പം നിൽക്കേണ്ടവരാണ്. ഈ ഒപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കാനും നയിക്കാനും വഴിയുള്ള കാണാനും ഒക്കെയുള്ള സാധ്യതകളിലുണ്ട്. ഒരു അമ്മ ആരെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പറയുന്ന ഉത്തരവുണ്ടല്ലോ, ഒരു സ്ത്രീയാരോ അമ്മയാരോ ചോദിച്ചു ആ വിളക്കാണ്. ഈ വിളക്ക് എന്ന് പറയുന്ന സംഗതി അതിന്റെ പൂർണ്ണതയിൽ പ്രകാശം കൊടുക്കുന്നതാകുമ്പോൾ ഒപ്പം നിൽക്കുമ്പോൾ, ജീവിതങ്ങളിൽ ഒപ്പം നിൽക്കുമ്പോൾ, മക്കൾക്കൊപ്പം നിൽക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊപ്പം നിൽക്കുമ്പോൾ, നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മൾ ഒപ്പമുള്ള അണികളോടൊപ്പമായിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ജീവിക്കുന്നവരാകുക. മറിച്ച് മുൻപിൽ നിന്നാൽ ഒരുപക്ഷെ പിന്നിലുള്ള എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. പിന്നിൽ നിന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്നിലേക്കായി മാറിപ്പോകും. മുകളിൽ നിന്നാൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ മാത്രമായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒപ്പം നിന്ന് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ, ഒരുമിച്ച് വളരുവാൻ, ഒരുമിച്ച് വിജയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സ്ത്രീകൾ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശരിയായ വളർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ലേബർ മൂവ്മെന്റ് വനിതാ ഫോറം രൂപതാ പ്രസിഡന്റ് ലിറ്റി റോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകൾ തങ്ങളുടെ അഭാവങ്ങൾക്കായി ശബ്ദമുയർത്തിയുടെ ഓർമ്മയായിട്ടാണ് ഓരോ പരിപാടികളും നടത്തുന്നത്. സ്ത്രീകളുടെ ആദരവിന്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടും വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസം സ്ത്രീകൾ നേടിയ നേട്ടങ്ങളെയും കഴിവുകളെയും അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി അവർക്കായി വിവിധ വേദികൾ രൂപപ്പെടുന്നു. 1887 ആവശ്യത്തിന് ന്യൂയോർക്കിലെ തുണിയിൽ നിന്നും ഉയർന്ന പ്രക്ഷോഭത്തിന്റെ പ്രകടനമാണ് വനിതാ ദിനം എന്ന ആഘോഷത്തിന്റെ ചരിത്രമെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. സൂസന്ന ഫൗണ്ടേഷൻ സ്ഥാപകയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ടീന ജൂബി ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എവിടെയാണ് നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. ഇപ്പം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പേര് എന്ത് നമ്മൾ ചിന്തിക്കുന്നതിനാ, നമ്മൾ പെട്ടെന്ന് എഴുതി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോയി ഉത്തരം കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും. അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് എവിടെയോ കിടപ്പുണ്ട്. ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുറവ് എവിടെയാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെയും ആരും മെച്ചപ്പെട്ടു വരില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ കപ്പാസിറ്റി എത്രയാണെന്നറിയോ? ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നറിയോ? ഈ ലോകത്തിലെ ഏത് കാര്യം വിചാരിച്ചാലും ആ റേഞ്ചിലേക്ക് ഉയരാനായിട്ട് സ്ത്രീക്ക് സാധിക്കും. എപ്പോഴാണെന്നറിയോ? നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നവരാണ്. വനിതാ ഫോറം സെക്രട്ടറി ബെറ്റി കോരച്ചൻ, തൊഴിലാളി ഫോറം പ്രസിഡന്റ് ജാൻസി ജോഷി, ഗാർഹിക തൊഴിലാളി ഫോറം പ്രസിഡന്റ് വിമല പോൾ, രൂപതാ ഭാരവാഹികളായ ജിൻസി ജോർജ്, ലാലി ഷാജി, ബെറ്റ്സി ഷിനോയ്, ലിസമ്മ തോമസ്, ഗ്ലോറിയ ജോസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് കൂടുതൽ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,